സോ എന്തുകൊണ്ട് നമ്മൾ യു എയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പഠിക്കുന്നത്, വിത്ത് നമ്പേഴ്സ് അടക്കമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പാർട്ട് 1 ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ പോയി കണ്ടാലേ ഈ പാർട്ട് 2 മനസ്സിലാവുള്ളൂ. അപ്പോൾ പാർട്ട് 1 പോയി കാണാം, അതിനുശേഷം പാർട്ട് 2 കാണാം. ഓക്കെ, നമുക്ക് പാർട്ട് 2 പോകാം. ആരൊക്കെ യു എയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. സോ എമർജിങ് സെക്ടർ ആയിട്ടുള്ള ഒന്ന് ഫിൻടെക്, സ്പേസ്, ICT, എൻ്റർടൈൻമെൻറ്റ്, റിന്യൂവബിൾ എനർജി, ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസ്. സോ ഇനി ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിനു മുമ്പ് ഇത്തരം ഇൻഡസ്ട്രികൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക്, ഇത്തരം സെക്ടേഴ്സ് ഇവിടെ ഉണ്ടാകുമ്പോഴത്തേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആകുമ്പോഴത്തേക്ക് മറ്റുള്ള ആൾക്കാർ ഇവിടെ വരും. അതുപോലെ തന്നെ ഇത് വരുമ്പോഴത്തേക്ക് എന്താവും, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവുന്നതിനനുസരിച്ച് പോപ്പുലേഷൻ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് എന്താണ്, റിയൽ എസ്റ്റേറ്റ് വേണ്ടി വരും. സോ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ്. സോ സ്റ്റിൽ ഞാൻ പറയുന്നതെന്ന് പറയുന്നത് ദുബായിലുള്ള ഇപ്പോഴത്തെ കറണ്ട് റിയൽ എസ്റ്റേറ്റ് ഒന്നും ആവശ്യമില്ല, അതൊന്നും തികയൂല. മീൻസ് അണ്ടർ സപ്ലൈ ആണ്. അതുപോലെ തന്നെ ഡിമാൻഡ് കൂടുതലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇനിയുണ്ട്, ഇത് ഒരു പാർട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്, ഇനിയുണ്ട്, അടുത്ത പാർട്ടിലും ഉണ്ട്. സോ ഇനി ഫിൻടെക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീഡിംഗ് മീന ഫിൻടെക് മാർക്കറ്റ് എന്ന് പറയുന്ന റീച്ചിങ് മാർക്കറ്റ് സൈസ് $2.5 ബില്യൺ മാർക്കറ്റ് ഉള്ള ഒരു ടെക്നോളജിയാണ് ഈ ഫിൻടെക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പേസ് എന്ന് പറയുന്നത് ഗ്ലോബൽ CAGR 5.6% അണ്ടിൽ 2026 വരെ എത്താനുള്ള പ്ലാനാണുള്ളത്. 1.4% GDP അലോക്കേറ്റഡ് ടു സ്പേസ് ഇൻഡസ്ട്രി. 1.4% ആണ് UAE GDP അതിനോട്ട് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. ICT എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ICT മാർക്കറ്റ് റാങ്ക്ഡ് 4th ഗ്ലോബലി. കമ്പ്യൂട്ടേഴ്സിന്റെ ഗ്ലോബൽ ട്രേഡിംഗിൽ മാർക്കറ്റ് ചെയ്തേക്കുന്നത് 4th-ലാണ്. ഇനി ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസ്. ഹെൽത്ത് കെയർ സ്പെൻഡിംഗ് ഈസ് പ്രൊജക്റ്റഡ് അക്കൗണ്ടഡ് 4.6% കൺട്രി ഓഫ് GDP ബൈ 2026. അതായത് ഇപ്പം നിങ്ങൾ ഇവിടെ 2026 എന്ന് കണ്ട് ഇവിടെയും 2026 എന്ന് കണ്ടിട്ടുണ്ട്. സോ GDP-യിൽ ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യണം ഫ്യൂച്ചറിൽ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വിഷണറി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് UAE എന്ന് പറയുന്നത്. സോ ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസ് 4.6% GDP-യിലോട്ട് ഇതാക്കണം, അതായത് GDP-യിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി നോക്കിക്കഴിഞ്ഞാൽ UAE has planned to generate most of the electrical energy by 2050 from solar സോഴ്സസ്. അതായത് ഇപ്പം UAE-യിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ചൂടുണ്ട്. ഇത് എൻ്റെ മൈൻഡിലും പണ്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും വെയിലിവിടെ വെറുതെ കിടക്കുകയല്ലേ, സോ ഈ ഒരു എനർജി അവർക്കത് യൂസ് ചെയ്തൂടെ, സോളാറിലോട്ട് യൂസ് ചെയ്തൂടെ എന്നുള്ളത്. സോ ഇപ്പം ഈ റീസെൻ്റായിട്ട് അതിൻ്റെ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ അതും ഓൾറെഡി എന്തായി, 2050 ആകുമ്പോഴത്തേക്ക് UAE-യുടെ ഇലക്ട്രിക്കൽ എനർജി സോഴ്സ് സോളാറിൽ നിന്ന് കണ്ടെത്തി കൊടുക്കുന്നതാണ്. സോ ഇത് ഈസിയാണ്. സോ ഇതെല്ലാം നാച്ചുറൽ ഓൾറെഡി തന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് സ്ട്രീമിംഗ് ആൻഡ് ഗെയിമിംഗ്. സോ ഗെയിമിങ്ങിനും സ്ട്രീമിങ്ങിനും ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു രാജ്യം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് UAE ആണ്. ആദ്യമായിട്ട് ഗോൾഡൻ വിസ കൊടുത്തിട്ടുള്ളത് സ്ട്രീമിങ്ങിലുള്ളവർക്കും ഗെയിമിലുള്ളവർക്കും ഗോൾഡൻ വിസ കൊടുത്തിട്ടുള്ള UAE ആണ്. സോ അവർ എല്ലാത്തരം ആൾക്കാരെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് ഗെയിമേഴ്സ് ആയാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും സ്ട്രീമേഴ്സ് ആയാലും എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ഇവിടുത്തെ കൾച്ചറിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ അതിനെയും UAE എക്സ്പെക്ട്സ് 100% ഓഫ് 5G 2025 ആക്ടിങ് കാറ്റലിസ്റ്റ് ഓഫ് ഗെയിമിംഗ് ആൻഡ് സ്ട്രീമിംഗ് കമ്പനീസ്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്. സോ സ്ട്രീമിംഗ് എന്ന് പറയുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്ട്രീമിംഗ് എന്ന് പറയുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ്. സോ ഇതിനകത്ത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതുകൊണ്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഗോൾഡൻ വിസ ഇവർക്കെല്ലാം കൊടുത്ത് ഇങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നിട്ടുള്ളത്, ഗെയിമിങ്ങിലുള്ള ആയാലും അതുപോലെ തന്നെ സ്ട്രീമേഴ്സിനായാലും. ഇനി അടുത്ത സെക്ടറിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോബലി സ്റ്റേപ്പിൾസ് ആൻഡ് റീജിയണൽ അപ്സ്റ്റേഴ്സ്, അതായത് ഹൺഡ്രഡ്സ് ഓഫ് ബ്രാൻഡ്സ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മാസ്റ്റർ കാർഡ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, P&G ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ആപ്പിൾ, സ്റ്റാർബക്ക്, സാറ, ചില്ലീസ്, കൊക്കക്കോള, കാരിഫോർ, പെപ്സി, സവോസ്കി, KFC, അഡിഡാസ്, ബോർഡേഴ്സ്, ഡ്യൂൺ, ലണ്ടൻ, ഇവരെല്ലാം ഇവിടെ ദുബൈയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി മിഡിൽ ഈസ്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതായത് ഇപ്പം വലിയ വലിയ കമ്പനീസ്, ഗൂഗിൾ പോലത്തേക്ക് വലിയ വലിയ കമ്പനീസിൻ്റെ മിഡിൽ ഈസ്റ്റിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സ്, അത് മിഡിൽ ഈസ്റ്റ് ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഫോർ ഹബ് ഓർ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക, അവരെല്ലാം ഹെഡ് ക്വാർട്ടേഴ്സ് ആമസോണിൻ്റെ ആയി, ഫേസ്ബുക്കായി, വിസ, HSBC, ഗൂഗിൾ, ലിങ്ക്ഡിൻ, ഹിൽട്ടൺ, നെസ്ലെ, ബോയിങ്, പണ്ടോറ ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് ഹീൻസ്, ഫോബ്സ്, CNN, UPS, മാരിയോട്ട്, മൈക്രോസോഫ്റ്റ്, ലെഗോലാൻഡ്, ഇതെല്ലാം ഹെഡ് ക്വാർട്ടേഴ്സ് UAE-ലാണ് വരുന്നത്. സോ UAE ഇൻ ദ സെൻസ് ദുബൈയിലാണ് വരുന്നത്. ദുബായ് വാസ് വെൽ അഹെഡ് ഓഫ് ദ നെക്സ്റ്റ് ഫേവറേറ്റ് സിറ്റ് ആൻഡ് ജോഹാൻസ്ബർഗ്, സൗത്ത് Africa, according to the analyst 500 largest company by revenue compiled annual Fortune magazine.
സോ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ട്. സോ ഇവര് എന്താ പറയുക, അതിൻ്റെ ഒരു റിസർച്ച് ആൻഡ് അനാലിസിസ് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇത്രയും 500 കമ്പനീസ് നമ്മളെ ദുബായിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇമാജിൻ ഇതിൻ്റെ എല്ലാം 9% കോർപ്പറേറ്റ് ടാക്സ് എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ കാര്യങ്ങളാണ്. എഗെയിൻ ഇനി അതുപോലെ തന്നെ ഇത്തരം ആൾക്കാർ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എഗെയിൻ ഒരു കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 or 200 ആൾക്കാരുണ്ടെങ്കിൽ പോലും അതിനകത്ത് എന്തോരം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ UAEയുടെ ഓൺ ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് ലുലു, എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ യൂസഫ് അലിക്കാട് ഹൈപ്പർ മാർക്കറ്റ്സ് ആണ്. ഓപ്പറേറ്റ്സ് 28 കൺട്രീസിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 7.4 ബില്യൺ ആണ് ആനുവൽ റവന്യൂ 2020 കണക്ക് പ്രകാരം. ഇനി ധനൂബ്, എല്ലാവർക്കും അറിയാവുന്ന റിയൽ എസ്റ്റേറ്റ് ഇതാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. സോ അവർ ഹോം ഇംപ്രൂവ്മെന്റ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. 10 കൺട്രീസിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ഇന്ത്യ അടക്കം. ആനുവൽ റവന്യൂ 1.3 ബില്യൺ ആണ് 2019 കണക്കനുസരിച്ച്. എഗെയിൻ ജെംസ് എഡ്യൂക്കേഷൻ. സോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് 3ഉം ഇന്ത്യൻ ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്, ലുലു നമ്മളെ മലയാളി, ജെംസ് എഡ്യൂക്കേഷനും മലയാളിയാണ്. സ്കൂൾ ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേറ്റ്സ് 9 കൺട്രീസ് ആണ്. $926 മില്യൺ ആണ് അവരുടെ റവന്യൂ 2017 വരെ. ഇനി ഫെറാറി വേൾഡ് ഇൻഡോർ തീം പാർക്ക് ആണ്. 3 കൺട്രീസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 650 മില്യൺ ആനുവൽ റവന്യൂ ആണ് അവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ എത്തിസലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് നെറ്റ്വർക്കിംഗ് ഇതാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഇവിടെയാണ്, ദുബൈയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആനുവൽ റവന്യൂ 51.7 ബില്യൺ ആണ് 2020 കണക്ക് പ്രകാരം. DP വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, മറൈൻ ആൻഡ് ഇൻലാൻഡ് ടെർമിനൽസ് ആണ് അതിനകത്തുള്ളത്. 78 അക്രോസ് 40 കൺട്രീസിലാണ് അത് വന്നിട്ടുള്ളത്. 8.5 ബില്യൺ ആണ് അതിന്റെ റവന്യൂ. DP വേൾഡ് അറിഞ്ഞൂടാത്തവർക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും എന്താണ് DP വേൾഡ് എന്നുള്ളത്. അതായത് സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്സ് ഇല്ലേ, പോർട്സ്, ഇപ്പൊ അദാനി പോർട്സ് എന്നൊക്കെ പറയുന്ന പോലെ പോർട്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന DP വേൾഡ് ആണ്. ഓക്കെ, ഇനി എമിറേറ്റ്സ് എല്ലാവർക്കും അറിയാം, എയർലൈൻ ആണ്. 160 കൺട്രീസിലാണ് അത് ഇതാക്കുന്നത്. അതായത് 160 കൺട്രീസിലോട്ട് അതിന്റെ സർവീസ് കൊടുക്കുന്നുണ്ട്. സോ 85 കൺട്രീസിലാണ് അതിന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. പിന്നെ ആനുവൽ റവന്യൂ $92 ബില്യൺ ആണ് 2019 പ്രകാരം. മാജിദ് അൽ ഫുതൈം എല്ലാവർക്കും അറിയാം, ഷോപ്പിംഗ് മോൾ ആണ്. 1.6 മില്യൺ അക്രോസ് 27 ഡെസ്റ്റിനേഷൻസ് ആണ് അവർ ഇതാക്കിയിട്ടുള്ളത്. മാജിദ് അൽ ഫുതൈം ഷോപ്പിംഗ് മോൾ മാത്രമല്ല, ഇഷ്ടംപോലെ അവരുടെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്താ പറയാ, ഒരുപാട് അതിന്റെ വെറൈറ്റി ഇതുണ്ട്. അതിപ്പം വോക്ക് സിനിമാസ് അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് അവരുടെ ഇതിനകത്ത്. പിന്നെ ഇമാർ 36 കൺട്രീസ് ആണ് സെർവ് ചെയ്യുന്നത്. ആനുവൽ റവന്യൂ 6.8 ബില്യൺ ആണ് 2018 പ്രകാരം. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡെവലപ്പർ ആണ്. സോ ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട അത്രയും പോപ്പുലേഷൻ, അതിന് അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അത്രയും പോപ്പുലേഷൻ ആവശ്യമുണ്ട്. നേരെ ഡയറക്ട്ലി ടു റിയൽ എസ്റ്റേറ്റ് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, ഇനി ആരൊക്കെ ദുബായിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, സ്കെയിൽ അപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്, ഒന്ന് Souq.com ദുബായിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് നേരെ അത് ആമസോൺ വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ 4 കൺട്രീസിലോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കരീം ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഈ Souq ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. കരീം ഇതുപോലെ സ്റ്റാർട്ടപ്പ്, ഇതിപ്പം 14 കൺട്രീസിൽ ഇതാക്കുന്നുണ്ട്. EMPG ക്ലാസിഫൈഡ് ആണ്. റീച്ച്ഡ് യൂണിക്കോൺ സ്റ്റാറ്റസ് ഇൻ 2020. എമർജിംഗ് മാർക്കറ്റ് ഫോർപ്പർട്ടി ഗ്രൂപ്പ് 18 കൺട്രീസിൽ അതൊരു ഇതാക്കിയിട്ടുണ്ട്. അരാമെക്സ് അതുപോലെ തന്നെ 58 കൺട്രീസിൽ ഇതാക്കുന്നുണ്ട്. ലോജിസ്റ്റിക് ആണ് അരാമസ്. സോ ഓരോന്നും ഓരോ സെക്ടറിലുള്ള ഇതാണ്, ബൂമിംഗ് ആയിട്ടുള്ള ഇതാണ് കമ്പനീസിനെയാണ് പറയുന്നത്. UAEയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ 3 എണ്ണം ഹോം ഗ്രൗണ്ടിലായിട്ടുള്ള, അതായത് ഇവിടെ വളർന്നിട്ടുള്ള കമ്പനിയാണ്. അരാമക്സ് എല്ലാവർക്കും അറിയാവുന്ന ഇത് തന്നെയാണ്. ഇനി UAE എങ്ങനെയാണ് റേസ് ചെയ്തിട്ടുള്ളത്, ഇപ്പം ഇതിന്റെ ഫോട്ടോ ഞാൻ കൊടുക്കുന്നുണ്ട്. അബുദാബി കോർണിഷ് 970s 1970 എങ്ങനെയായിരുന്നു, 2010 അബുദാബി കോർണിഷ് എങ്ങനെയാണ്, 1970 ദുബായ് ഷെയ്ഖ് സായിദ് റോഡ് എങ്ങനെയാണ്, 2010 ദുബായ് ഷെയ്ഖ് സായിദ് റോഡ് എങ്ങനെയാണ്. ഇതാണ് കാണുന്ന എവിടെ നിന്ന് എവിടെ റീച്ച് ചെയ്തു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി UAE എങ്ങനെ റേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1958 ഓയിൽ ഡിസ്കവർ ചെയ്തത് അബുദാബിയിൽ. ഓക്കെ, 1971 ഷെയ്ഖ് ഡംസ് യൂണിഫൈഡ് ടു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1971 എന്താ പറയാ, പല സ്കാറ്റേഡ് ആയിട്ട് കിടന്നിട്ടുള്ള എല്ലാം പിടിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് UAE ആയിട്ട് ഫോം ആയിട്ടുള്ളത്. 1970 കൺട്രി ബിഗിൻസ് ഡെക്കേഡ് ടു
ലോങ് കൺസ്ട്രക്ഷൻ ബൂംസിലോട്ട് ഇതാക്കിയിട്ടുള്ളത്. അതായത് ഡെവലപ്മെൻറ്റിലാണ് ഫ്യൂച്ചർ എന്നുള്ളത് ഓൾറെഡി കണ്ടുപിടിച്ച് അതിലോട്ട് ബൂം ചെയ്തിട്ടുള്ളത് 1970s അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഡെവലപ്മെൻ്റ് ആണ് ഇനി ഫ്യൂച്ചർ ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. ഓക്കെ, ഇനി അടുത്ത 1980s പോർട്സ് ആൻഡ് എയർപോർട്ട് സ്കൈ റോക്കറ്റ്സ് ഗ്ലോബൽ മാർക്കറ്റ്. അതായത് ഇപ്പം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഡെവലപ്മെന്റിലോട്ട് അടുത്ത ഇതിനകത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താവണം, പോർട്സ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ എയർപോർട്ട് ഉണ്ടാക്കണം. അതെല്ലാം ഉണ്ടാക്കി ആ ഒരു ഇൻഡസ്ട്രി ഗ്രോത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് UAE ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 1990s പോപ്പുലാരിറ്റി എക്സ്പ്ലോർഡ് ലക്ഷറി ടൂറിസം ആൻഡ് ഡെസ്റ്റിനേഷൻ. 1990s തന്നെ, അതായത് ആ ഒരു ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഓൾറെഡി ദുബായ് ഒരു UAE ഒരു ലക്ഷറി പോപ്പുലർ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക, ബുർജ് അൽ അറബ്, അതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. 2000s ആയപ്പോഴത്തേക്ക് ട്രാൻസ്ഫോം ടു പോസ്റ്റ് ഓയിൽ ക്യാപിറ്റൽ ഓഫ് മിഡിൽ. അതായത് ഓയിലിൽ നിന്ന് കിട്ടിയ വരുമാനം ക്യാപിറ്റലായി വെച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൽ മെൻഷൻ ചെയ്തത്. 2010 ആയപ്പോഴത്തേക്ക് ഗ്ലോബൽ സ്റ്റേജ് ഹോസ്റ്റ് വേൾഡ് എക്സ്പോ ഇൻ 2021 സെൻഡ് മിഷൻസ് ടു മാർസ്. അതായത് ഈ 2021 അവർ മാർസിലോട്ട് ആളെ വിടണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2010 തന്നെ. ഓക്കെ, അതുപോലെ തന്നെ വേൾഡ് എക്സ്പോ ഹോസ്റ്റ് ചെയ്യണമെന്നുള്ളത് 2010 ഡിസൈഡ് ചെയ്യുന്നത്. ആ സമയത്ത് ആണ് ഞാൻ വിസിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഓക്കെ. ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് UAE എന്താ പറയുക സക്സസ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്ന്, ട്രേഡ് ഇൻഡസ്ട്രിയിൽ സക്സസ് ആണ്, എയറോസ്പേസ്, ബിസിനസ്, ടൂറിസം, എമർജിങ് ടെക്നോളജി, സസ്റ്റൈനബിലിറ്റി, ലിവബിലിറ്റി. ഇനി ഓരോ ഇൻഡസ്ട്രിയെ പറ്റി നമ്മളിപ്പോൾ നോക്കാം. ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ എന്താ പറയുക, ബിസിനസ് ചെയ്യുക എന്ന് തന്നെയാണ് ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക്. പല രീതിയിലും ട്രേഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. സെല്ല് ചെയ്യുക, അത് റീസെയിൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ പല കൺട്രിയിൽ നിന്ന് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ സെല്ല് ചെയ്യുന്നത്, ഇവിടെ നിന്ന് എടുത്ത് വേറെ അത് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് എടുത്ത് വേറെ കൺട്രിയിലോട്ട് ട്രേഡ് എന്ന് പറയാൻ പറ്റും. എയറോസ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് പല രീതിയിലും പറയാം. എയറോസ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് റോക്കറ്റ് വിക്ഷേപണം ആയാലും ശരി തന്നെ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് ആയാലും തന്നെ അതേ കണക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയറോപ്ലെയിനും എല്ലാ കാര്യങ്ങളും എയറോസ്പേസിൽ കൊണ്ടുവരാൻ പറ്റും. ബിസിനസ് എന്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റി ആവുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ദുബായിൽ UAE ബിസിനസ് തുടങ്ങാൻ വേണ്ടി വെരി ഈസിയാണ്. ജസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് UAE ബിസിനസ് കാര്യങ്ങളെല്ലാം ചെയ്ത് അപ്രൂവൽ കിട്ടി. ഇപ്പം റീസെന്റ് ആയിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, ട്രംപ് ടവർ ജസ്റ്റ് 30 ദിവസം കൊണ്ടാണ് അവർക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. സോ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഈസി വേ എന്ന് പറയുന്നത് ദുബായിൽ വന്ന് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ടൂറിസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു രാജ്യമാണ്. ടൂറിസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ടൂറിസ്റ്റുകൾക്കും അതേ കണക്ക് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി പോലീസും അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. സോ ടൂറിസത്തിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ വരാം, അങ്ങനെ അത്രയധികം എന്താ പറയുക, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കണക്ക്, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കണക്ക് അത്രയും ഹോട്ടൽസ്, 11,000 ഹോട്ടൽസ് ഇവിടെ ഉണ്ട്. സോ അതെല്ലാം കൊണ്ട് എന്താണ്, ടൂറിസം ഒരു മെയിൻ പാർട്ടാണ്. ലിവബിലിറ്റി, ആൾക്കാർ ഇവിടെ വന്ന് ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ സേഫ്റ്റി എല്ലാം കണ്ടുകൊണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ട് ഇവിടെ തന്നെ താമസിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻസ് വരും, അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഡെവലപ്മെന്റ്സ് വരും. ഇതെല്ലാം കൊണ്ട് ആൾക്കാർ ഇവിടെ താമസിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിലിറ്റിയെ പല രീതിയിലും കൊണ്ടുവരാൻ പറ്റും. അതായത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ വരുന്ന എനർജീസ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ സോളാർ എനർജി യൂസ് ചെയ്യുന്നതാവാം, അതുപോലെ തന്നെ പല ഓർഗാനിക് ഫാംസ് ക്രിയേറ്റ് ചെയ്യുന്നതാവാം. അങ്ങനെ ഏത് കാര്യത്തിനെയും നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ റീസൈക്ലിംഗ് ആവാം. പല കാര്യത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സസ്റ്റൈനബിലിറ്റി എന്നുള്ള രീതിയിൽ ഇതാക്കാൻ പറ്റും. എമർജിങ് ടെക്നോളജീസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം നമ്മുടെ ഇപ്പം ജസ്റ്റ് ഒരു എയർപോർട്ടിലെ സിറ്റുവേഷൻസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ, ദുബായിൽ നമുക്ക് ജസ്റ്റ് എമിറേറ്റ്സ് ID അല്ലെങ്കിൽ ഫേസ് മാത്രം കാണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്പോർട്ട് ജസ്റ്റ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റും. നമുക്ക് എമിഗ്രേഷനിലുള്ള ലോട്ട് ഓഫ് ക്യൂ ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഏതൊരു ടെക്നോളജിയും ഫസ്റ്റ് UAE കൊണ്ടുവരണമെന്നുള്ളൊരു വാശിയുണ്ട്. ഇപ്പോൾ അതേ കണക്ക് തന്നെ നമ്മുടെ എന്താ പറയുക, ഫ്ലൈയിങ് കാറ്, അതുപോലെ തന്നെ ഡ്രോൺ വെച്ച് ഡെലിവറി ചെയ്യുന്ന, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ദുബായിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ഇനിയും പല ഇൻഡസ്ട്രീസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇതാണ് ദുബായിയെ പറ്റി, UAE പറ്റി എനിക്ക് പറയാനുള്ളത്.